Hi everybody, welcome back to another video session of MTM College. Myself, I am Hamdu Fasil from Department of Commerce. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്റ്റോക്ക് മാർക്കറ്റ് തിയറീസിനെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് തിയറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെൻറ്റുകളെ മനസ്സിലാക്കാനും പ്രെഡിക്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന കുറച്ച് തിയറികളാണ്. അപ്പോൾ അതിൽ നിരവധി തിയറികളുണ്ട്. ഡൗ തിയറി, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ തിയറി, റാൻഡം വാക്ക് തിയറി എന്നൊക്കെ തുടങ്ങി പല തിയറികളുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡൗ തിയറി. അതാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡൗ തിയറി ഡെവലപ്പ് ചെയ്തത് ചാൾസ് എച്ച് ഡൗ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. അപ്പോൾ വാൾ സ്ട്രീറ്റും ഡോ ജോൺസും അതുപോലെ തന്നെ അതുപോലെ S&P ഒക്കെ നിങ്ങൾക്കറിയാം, അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചുകളാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഇതിൽ ഡോ ജോൺസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് രൂപീകരിച്ചതിൽ ഈ ചാൾസ് എച്ച് ഡോന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ എമിനൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ചാൾസ് എച്ച് ഡോ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹമാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1900-നും 1902-നും ഇടയിൽ വാൾ സ്ട്രീറ്റ് ജേണലിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയലിൽ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ തിയറി ആവിഷ്കരിക്കുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ 1902 അദ്ദേഹം എന്ത് ചെയ്തു, മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോളോവേഴ്സായിട്ടുള്ള വില്യം ഹാമിൽട്ടണും റോബർട്ട് റീയൊക്കെയാണ് ഈ തിയറി എക്സ്പാൻഡ് ചെയ്തതും കംപ്ലീറ്റ് ചെയ്തതും. അപ്പോൾ ചാൾസ് എച്ച് ഡോ, വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ എഡിറ്ററായിരുന്ന ചാൾസ് എച്ച് ഡോ ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല 1900-നും 1902-നും ഇടയിൽ വാൾ സ്ട്രീറ്റ് ജേണലിൽ വന്ന സീരീസ് ഓഫ് എഡിറ്റോറിയലിലാണ് ഈ തിയറി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് അസംഷൻസ് ഓഫ് ദ തിയറി. ഈ തിയറിയുടെ ചില അസംഷൻസ് ആണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമതെന്ന് പറയുന്നത് മാനിപ്പുലേഷൻ. ഈ മാനിപ്പുലേഷൻ എന്ന പോയിന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഗ്രൂപ്പുകൾക്കോ ആൾട്ടർ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി സ്വാധീനിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ മാനിപ്പുലേഷൻ എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ അസംഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇവിടെ ഈ തിയറിയിൽ അസ്യൂം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കില്ല. കാരണം മാർക്കറ്റ് അത്രക്കും വലുതാണ്. ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഏതാനും സ്ഥാപനങ്ങൾക്കോ സ്വാധീനിക്കാൻ കഴിയാത്തത്ര വിധം മാർക്കറ്റ് വലുതാണ് എന്നാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസ്കൗണ്ട് എവരിത്തിങ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളെയും കണക്കിലെടുക്കുന്നുണ്ട് അല്ലേ. ഒരു എക്കണോമിയിലുണ്ടാകുന്ന ബിസിനസ് കണ്ടീഷനിലുണ്ടാകുന്ന അങ്ങനെ തുടങ്ങി ഇൻ്റർനാഷണൽ ലെവലിലുണ്ടാകുന്ന ഏത് സംഭവവികാസങ്ങളെയും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതൊക്കെ മാർക്കറ്റ് കണക്കിലെടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഷെയർ പ്രൈസസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ അസംഷൻ. ഓക്കെ, പ്രൈസസ് റെപ്രസെൻ്റ് ദ സം ടോട്ടൽ ഓഫ് ആൾ ഹോപ്സ് ഫിയേഴ്സ് എക്സ്പെക്ടേഷൻ ഓഫ് ആൾ പാർട്ടിസിപ്പൻസ്. എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും പ്രതീക്ഷകളുടെ പേടികളുടെ അവരുടെ പ്രത്യാശകളുടെ ഒക്കെ ടോട്ടലാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രൈസുകൾ എന്നുള്ളത് എന്നാണ് രണ്ടാമത്തെ അസംഷനിൽ പറയുന്നത്. അല്ല, മാർക്കറ്റ് എല്ലാ കാര്യങ്ങളെയും കണക്കിലെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ അസംഷനിൽ പറയുന്നത് പ്രൈസ് വോളിയം റിലേഷൻഷിപ്പ് പ്രൊവൈഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ പ്രഡിക്ഷൻ ഓഫ് ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത് പ്രൈസ് വോളിയം റിലേഷൻഷിപ്പാണ്. പ്രൈസിൻ്റെയും വോളിയത്തിൻ്റെയും റിലേഷൻഷിപ്പാണ് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ആധാരമാക്കുന്നത് അല്ലെങ്കിൽ ആധാരമാക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതെ, പ്രൈസിൽ വേരിയേഷൻ വരുന്തോറും വോളിയത്തിൽ ആനുപാതികമായ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈസ് കൂടുന്തോറും വോളിയം വർദ്ധിക്കുന്നു, പ്രൈസ് കുറയുന്തോറും ഈ പർച്ചേസ് ഓർ സെയിൽസിൻ്റെ വോളിയം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അല്ല, കുറയുകയോ കൂടുകയോ ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്
പ്രൈസ് വോളിയം റിലേഷൻഷിപ്പിൽ പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ഈ അടുത്ത തിയറിയുടെ മറ്റൊരു അസംഷൻ പറയുന്നത് തിയറി ഈസ് നോട്ട് പെർഫെക്റ്റ്. ഈ തിയറി പെർഫെക്റ്റ് അല്ല ഈ തിയറി 100% പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാണ് അടുത്ത അസംഷനിൽ പറയുന്നത്. അതായത് ഈ തിയറി 100% കറക്റ്റ് അല്ല എന്നുള്ള കാര്യം ഈ തിയറി തന്നെ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സിംപ്ലി view as a set of guideline and principle to assist the investor and trader with their own study of market. അല്ലേ, ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും മാർക്കറ്റിനെ കുറിച്ചിട്ട് സ്വന്തമായി പഠിക്കാനും അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുന്ന കുറച്ച് മാർഗനിർദ്ദേശങ്ങളും തത്വങ്ങളുമാണ് ഈ തിയറി പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഈ തിയറി പെർഫെക്റ്റായിട്ട് മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളല്ല. മറിച്ച് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും സ്വന്തമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവലംബിക്കാവുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന കുറച്ച് ടൂളുകളും അതുപോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾസുമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അടുത്തായിട്ട് ഇത് പറയുന്നത് ദ മൂവ്മെൻറ്റ് ഓഫ് 2 different മാർക്കറ്റ് ഇൻഡീസസ് മസ്റ്റ് കൺഫേം ദ ട്രെൻഡ്. അടുത്ത ലാസ്റ്റ് അസംഷനിൽ പറയുന്നത് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെൻറ്റുകളെ കൺഫേം ചെയ്യണമെങ്കിൽ ഒന്നിൽ കൂടുതൽ മാർക്കറ്റുകൾ അല്ലെങ്കിൽ മിനിമം 2 മാർക്കറ്റുകളിലെങ്കിലും ആ ട്രെൻഡ് കൺഫേം ചെയ്യണം. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ ഡോ ജോൺസിൽ ഒരു വ്യക്തമായൊരു ട്രെൻഡ് കണ്ടു എന്നതുകൊണ്ട് നമുക്ക് ആ ട്രെൻഡ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ കപ്പ് ആൻഡ് സോസറിൻ്റെ അതല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ട്രെൻഡ് കണ്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡബിൾ ടോപ്പിൻ്റെ ട്രെൻഡ് എങ്ങാനും കണ്ടു എന്ന് വിചാരിക്കുക. അത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി അതേ സ്റ്റോക്കിന് അതേ ട്രെൻഡ് കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൺഫേം ചെയ്യാനുള്ളൂ, ഒരു ട്രെൻഡ് കൺഫേം ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും അസംഷൻസാണ് ഈ തിയറിക്ക് ഉള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നോക്കുക. ഡോ formulated a hypothesis that stock market does not move on a random basis but is influenced by 3 distinct cyclical trends that guide its direction. ഇവിടെ പറയുന്നത് എന്താണ്? മാർക്കറ്റ് റാൻഡമായിട്ട് മൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 3 സൈക്ലിക്കൽ ട്രെൻഡുകളുണ്ട്. ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന 3 സൈക്ലിക്കൽ ട്രെൻഡുകളാണ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ലാതെ മാർക്കറ്റ് വെറുതെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ അദ്ദേഹം 3 മൂവ്മെൻറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മൂവ്മെൻ്റ് ഉണ്ട്, സെക്കൻഡറി മൂവ്മെൻ്റ് ഉണ്ട്, മൈനർ മൂവ്മെൻ്റ് ഉണ്ട്. എന്താണ് പ്രൈമറി മൂവ്മെൻറ്റ് എന്ന് നോക്കാം. പ്രൈമറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ടേം ട്രെൻഡാണ്. ഒരു ലോങ് ടേം ട്രെൻഡാണ്, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ലോങ് ടേം ട്രെൻഡാണ് പ്രൈമറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏതാനും മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ അത് നിലനിൽക്കാം. ഇനി സെക്കൻഡറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റാണ് സെക്കൻഡറി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനെ കറക്ഷൻ എന്നും നമ്മൾ പറയുന്നു. കറക്ഷൻ എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അത് 10 ദിവസം മുതൽ 3 മാസം വരെ അതിന് ആയുസ്സുണ്ടാകാം. 10 ദിവസം മുതൽ 3 മാസം വരെ അതിന് ആയുസ്സുണ്ടാകും. അപ്പോൾ സെക്കൻഡറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അത് കറക്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, തിരുത്തൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 10 ദിവസം മുതൽ 3 മാസം വരെ ആ മൂവ്മെൻറ്റ് നിലനിൽക്കാം. ഇനി അടുത്തായിട്ട് പറയുന്നത് മൈനർ മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. എന്താണ് മൈനർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻ ഇൻ ദ മാർക്കറ്റ്, ദീസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഹാവ് നോ അനലിറ്റിക്കൽ വാല്യൂ. ഡേ ടു ഡേ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. ഡേ ടു ഡേ മാർക്കറ്റുകളിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനുകളാണ് കൂടുതലും പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ഫ്ലക്ച്വേഷനുകളാണ് എന്ന് പറയുന്നത് മൈനർ മൂവ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ചെറിയ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഇത് ഉണ്ടാകും. ഇതിന് അധികം ആയുസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു അനലിറ്റിക്കൽ വാല്യൂവും ഇല്ല. ഇതിന് പ്രാധാന്യമില്ല എന്നല്ല, മറിച്ച് ഇതിന് അനലിറ്റിക്കൽ വാല്യൂ ഇല്ല എന്നാണ് ഡോ തിയറി പറയുന്നത്. അപ്പോൾ ഡോ തിയറി 3 ട്രെൻഡുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മൂവ്മെൻറ്റുകളുണ്ട്, സെക്കൻഡറി മൂവ്മെൻറ്റുകളുണ്ട്, മൈനർ മൂവ്മെൻറ്റുകളുണ്ട്. 3 മൂവ്മെൻറ്റുകളുടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന മൂവ്മെൻറ്റുകളാണ്.
ഏതാനും മാസങ്ങൾ മുതൽ വർഷങ്ങൾ വരെ ഇത് നിലനിൽക്കാം. സെക്കൻഡറി മൂവ്മെൻറ്റ് പറഞ്ഞാൽ പ്രൈമറി മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സെക്കൻഡറി മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിനെ കറക്ഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 3 മാസം മുതൽ 10 ദിവസം മുതൽ 3 മാസം വരെ ഇത് നിലനിൽക്കാം. മൈനർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഫ്ലക്ച്വേഷൻസിന് പറയുന്ന പേരാണ് മൈനർ മൂവ്മെൻറ്റ്. ഇതിന് കാര്യമായ ആയുസ്സൊന്നും ഉണ്ടാവില്ല അല്ല. ഇത് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും ഇത് ഉണ്ടാകാം, അല്ല ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇത് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇതിന് അനലിറ്റിക്കൽ വാല്യൂ ഇല്ല. അപ്പോൾ ഡോ തിയറി സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, അല്ലെ പ്രൈമറി മൂവ്മെൻറ്റ്, സെക്കൻഡറി മൂവ്മെൻറ്റ്, മൈനർ മൂവ്മെൻറ്റ്. അല്ലെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡുകളെ 2ആയിട്ടാണ് ഡോ തിയറി ക്ലാസിഫൈ ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണത്? ബുള്ളിഷ് ട്രെൻഡും ബെയറിഷ് ട്രെൻഡും. അല്ലെ ബുള്ളിഷ് ട്രെൻഡും ബെയറിഷ് ട്രെൻഡ് എന്ന രൂപത്തിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റുകൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡുകളെ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ട്, ബെയറിഷ് മൂവ്മെൻ്റ് ഉണ്ട്. ഇനി ബുള്ളിഷ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. എന്താണ് ബുള്ളിഷ് മൂവ്മെൻറ്റ്? നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി അപ്വേർഡ് ട്രെൻഡാണ്. അല്ല, ഒരു പ്രൈമറി അപ്വേർഡ് ട്രെൻഡാണ്, അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് അതൊരു അപ്വേർഡ് ട്രെൻഡാണ്. അല്ല, അല്ലെങ്കിൽ പ്രൈമറി മൂവ്മെൻറ്റ്സ് അപ്വേർഡ് ആയിട്ടുള്ള ട്രെൻഡാണ് ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെ, പ്രൈമറി മൂവ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. ആ പ്രൈമറി മൂവ്മെൻറ്റ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നീങ്ങുന്ന, മുകളിലേക്ക് നീങ്ങുന്ന ഒരു മൂവ്മെൻ്റാണ്, അല്ലെങ്കിൽ ട്രെൻഡാണ് ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറയുന്നത്. ബുള്ളിഷ് ട്രെൻഡ് സംഭവിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ബുള്ളിഷ് ട്രെൻഡ് സംഭവിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് അക്കുമുലേഷൻ ഫേസ്, 2 പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ്, 3ാമത്തത് എക്സസ് ഫേസ്. അല്ലേ, എന്തൊക്കെയാണ് ഈ ഫേസ്? എങ്ങനെയാണ് ബുള്ളിഷ് ട്രെൻഡ് ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിലൊന്നാമത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അക്കുമുലേഷൻ ട്രെൻഡാണ്. അല്ലേ, ഇറ്റ് ഈസ് എ സ്റ്റാർട്ട് ഓഫ് ബുള്ളിഷ് ട്രെൻഡ്. ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങുന്നത് അക്കുമുലേഷൻ ഫേസിലൂടെയാണ്, അല്ലെങ്കിൽ അക്കുമുലേഷൻ ഫേസ് മുതലാണ് ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് വെൻ ദ ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റാർട്ട് ടു എൻ്റർ ഇൻ ദ മാർക്കറ്റ്. അല്ലേ, ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ്, അല്ലേ, സാധാരണ ഒരു എന്താ പറയുക, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് ഈ മൂവ്മെൻറ്റ് തുടങ്ങി വെക്കുന്നത്. അതായത് അവർ എന്ത് ചെയ്യുന്നു, പ്രത്യേക സ്റ്റോക്കുകൾ അണ്ടർ പ്രൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുകയും അത് അക്കുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് വ്യക്തമായി നിരീക്ഷിച്ചുകൊണ്ട്, മാർക്കറ്റിലെ ട്രെൻഡുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷെയറുകൾ അക്കുമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാങ്ങിച്ചു കൂട്ടാൻ വേണ്ടി തുടങ്ങുന്നു. 2ാമത്തെ ഫേസാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ്. അല്ലേ, ഈ ഫേസിൽ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റിലുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അപ്രത്യക്ഷമാകുന്നു, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാകുന്നു. അതുപോലെ തന്നെ കമ്പനികളുടെയും മറ്റും പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്നു, മാർക്കറ്റിൽ പോസിറ്റീവ് റിസൾട്ടുകൾ വരുന്നു. മാത്രമല്ല, ഈ നേരത്തെ കണ്ട അക്കുമുലേറ്റ് ചെയ്ത, അല്ല, ഈ എക്സ്പേർട്ടുകളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നേരത്തെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ചില ഷെയറുകൾ, അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ചില ഷെയറുകൾ, അത്തരത്തിലുള്ള ഷെയറുകൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് അറിയുന്നത് ഈ സ്റ്റേജിലാണ്. അവരും എന്ത് ചെയ്യുന്നു, പബ്ലിക്കും ഈ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു, അല്ലെ ഇത്തരത്തിലുള്ള ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതോടുകൂടി ഷെയറിൻ്റെ പ്രൈസ് വീണ്ടും അപ്പാവാൻ തുടങ്ങുന്നു. ആദ്യത്തെ ഈ അക്കുമുലേഷൻ സ്റ്റേജിൽ തന്നെ ഷെയറിൻ്റെ പ്രൈസ് കൂടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസിലാണെങ്കിൽ ഇതെന്താവും, കുറച്ചുകൂടി വേഗത്തിൽ കൂടാൻ തുടങ്ങും. കാരണം ഈ ലാർജ് പാർട്ടിസിപ്പേഷൻ വരികയാണ്. ഇനി 3ാമത്തെ സ്റ്റേജ് എന്താണ്? എക്സസ് ഫേസ്. അല്ലേ, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെ, ഇങ്ങനെ ഹിയർ ദ വാല്യുവേഷൻ ഈസ് എക്സസീവ് ആൻഡ് കോൺഫിഡൻസ് ഈസ് എക്സ്ട്രാ ഓർഡിനറി. അല്ലെ, വാല്യുവേഷൻ എക്സസീവ് ആകുന്നു. അതായത് ഒരു ഷെയറിന് യഥാർത്ഥത്തിൽ എത്ര പ്രൈസ് വരെ അതിൻ്റെ അർഹിക്കുന്ന, അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയറിൻ്റെ
പ്രൈസ് നേരത്തെ 2 സ്റ്റേജിലും ഉയർന്ന് പോയി അല്ലേ. ഇത് അതിൻ്റെ ഓവർ വാല്യുവേഷനിലേക്ക് നീങ്ങുന്നു. അതിന് യഥാർത്ഥത്തിൽ എത്ര വാല്യൂവിന് അർഹതയുണ്ട്, എത്ര പ്രൈസിന് അർഹതയുണ്ട്, അതിനേക്കാൾ എത്രയോ അധികം വാല്യൂ അതിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുന്നു അല്ലേ. അതുപോലെ തന്നെ വാല്യുവേഷൻ എക്സസീവ് ആകുന്നു. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് എക്സസ് ഫേസ് എന്ന് പറയുന്നത്. ഇത് ആ ഷെയറിൻ്റെ പ്രൈസ് ഇടിയാൻ വേണ്ടി തുടങ്ങുന്നു അല്ലെ. ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ പ്രൈസ് ഇടിയാൻ വേണ്ടി ഇത് കാരണമാകുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ 3 ഫേസ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ എക്സസ് ഫേസോട് കൂടി എന്താണ് ബുള്ളിഷ് ട്രെൻഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അക്യുമുലേഷൻ ഫേസ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ്, എക്സസ് ഫേസ്, ഇങ്ങനെ 3 ഫേസുകളിലായിട്ടാണ് എന്തുണ്ടാകുന്നത്, ബുള്ളിഷ് മാർക്കറ്റ് ബുള്ളിഷ് ആകുന്നത് അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് സംഭവിക്കുന്നത് അല്ല. ഇനി നമ്മൾ ബുള്ളിഷ് ഫേസിൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അക്യുമുലേഷൻ ഫേസ് എവിടെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഫേസ് എന്ന് പറയുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസിനെയാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എക്സസ് ഫേസിനെയാണ് അല്ലേ. ഇതൊക്കെ എവിടുന്നാണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റേ ഈ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിന് നേരത്തെ നമ്മൾ ചാർട്ടുകളിൽ പറഞ്ഞല്ലോ, ഹൈ ആൻഡ് ഹൈ ലോ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ട്രെൻഡുകൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബെയറിഷ് ട്രെൻഡിലേക്ക് പോകാം അല്ല. ബുള്ളിഷ് ട്രെൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബെയറിഷ് ട്രെൻഡ് അല്ല. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡുകളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു, ബുള്ളിഷ് ട്രെൻഡും ബെയറിഷ് ട്രെൻഡും അല്ല. ബുള്ളിഷ് ട്രെൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബെയറിഷ് ട്രെൻഡാണ് പറയാനുള്ളത് അല്ല. ബെയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി ഡൗൺവേർഡ് ട്രെൻഡാണ്. ബെയറിഷ് ട്രെൻഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൈമറി ഡൗൺവേർഡ് ട്രെൻഡാണ്. അതായത് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പ്രൈമറി മൂവ്മെൻറ്റിൻ്റെ ദിശ താഴോട്ടായിരിക്കും അല്ലെ. പ്രൈമറി മൂവ്മെൻറ്റുകളുടെ ദിശ താഴോട്ടായിട്ടുള്ള ട്രെൻഡിനെയാണ് ബെയറിഷ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെയറിഷ് ട്രെൻഡ് ആയാലും സംഭവിക്കുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് അല്ലേ. അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, അതുപോലെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസ്, പാനിക് ഫേസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് മറ്റേ ബെയറിഷ് ട്രെൻഡ് ആയാലും സംഭവിക്കുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ. ദിസ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് അക്യുമുലേഷൻ ഫേസ് ഡ്യൂറിങ് ദ ബുള്ളിഷ് ട്രെൻഡ്. ബുള്ളിഷ് ട്രെൻഡിലെ ആദ്യത്തെ ഫേസായ അക്യുമുലേഷൻ ഫേസിനോട് നേരെ ഓപ്പോസിറ്റാണ് ഈ ഫേസ് എന്ന് പറയുന്നത്, ഈ ഘട്ടം എന്ന് പറയുന്നത്. അതായത് ഹിയർ ദ ഇൻഫോംഡ് ബയേഴ്സ് സ്റ്റാർട്ട് ടു സെൽ ദെയർ ഹോൾഡിങ്സ് അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്ന എക്സ്പേർട്ടുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനങ്ങളും ചില ഷെയറുകളുടെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ വിറ്റഴിക്കുകയും ചെയ്യുന്നു അല്ലേ. അത് അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മാത്രമേ അത് ചെയ്യുള്ളൂ അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ എക്സ്പേർട്ടുകളായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സുമാണ് ഇതെന്ത് ചെയ്യുന്നത്, ആദ്യം വിറ്റഴിച്ച് തുടങ്ങുന്നത് അല്ലേ. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ബുള്ളിഷ് ട്രെൻഡിലെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഫേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് അതുപോലെ തന്നെയാണ്, ഓപ്പോസിറ്റ് ഇല്ല, അതുപോലെ തന്നെ. അതായത് ഇവരുടെ ഈ അക്യുമുലേഷൻ ഫേസിലെ ചില എക്സ്പേർട്ടുകൾ ചെയ്ത അതേ കാര്യം എന്ത് ചെയ്യുന്നു, പബ്ലിക് അറിയുകയും അവരും അത് തന്നെ അനുകരിക്കാൻ വേണ്ടി തുടങ്ങുന്നു അല്ലേ. അതിൻ്റെ പ്രൈസ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാർക്കറ്റ് കണ്ടീഷൻസും അല്ലെങ്കിൽ ബിസിനസ് കണ്ടീഷൻസൊക്കെ കൂടുതൽ എന്താ പറയുക മോശമായി തിരികുകയും സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു അല്ല. നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു ആ പ്രത്യേക ഷെയറിൻ്റെ കേസിൽ. അതുപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അവരെടുത്ത് വെച്ചിട്ടുള്ള ഷെയർസ് വിറ്റഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ ഷെയറിൻ്റെ പ്രൈസ് താഴേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. അവസാനം പറയുന്നതാണ് പാനിക് ഫേസ്. പാനിക് ഫേസിൽ എന്താ പറയുക നോക്കുക, ഡ്യൂറിങ് ദിസ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ബെയറിഷ് ട്രെൻഡ് അല്ലേ. ബെയറിഷ് ട്രെൻഡിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇതിൽ
ദർ വിൽ ബി എ ലാർജ് സെൽ ഓഫ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അല്ലെ, ഒരു ചെറിയ കാലയളവിൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിറ്റഴിക്കൽ ഉണ്ടാകും. അല്ലേ, ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയിക്കൊണ്ട് അവരുടെ ഷെയർസ് എല്ലാം വിറ്റഴിക്കാൻ വേണ്ടി തുടങ്ങും. ഇൻ ദ പാനിക് ഫേസ് ദ മാർക്കറ്റ് ഈസ് ഫുൾ ഓഫ് നെഗറ്റീവ്. അല്ല, പാനിക് ഫേസിൽ മാർക്കറ്റ് ഫുള്ള് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് നിറയുന്നു. കമ്പനിയുടെ ഔട്ട്ലുക്കും വീക്കാകുന്നു. അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് കുത്തനെ താഴോട്ട് മൂക്ക് കുത്താൻ വേണ്ടി തുടങ്ങുന്നു. അല്ലേ, ഇൻവെസ്റ്റേഴ്സ് പാനിക് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ മുഴുവൻ ഹോൾഡിങ്സും വിറ്റഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആ ഷെയറിൻ്റെ മുഴുവൻ ഹോൾഡിങ്സും വിറ്റഴിച്ചുകൊണ്ട് അവരവരുടെ പൊസിഷൻസൊക്കെ എക്സിറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് പാനിക് ഫേസ്. ഈ പാനിക് ഫേസ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എന്താ പറയുക, ഷെയർ അണ്ടർ പ്രൈസ്ഡ് ആവും. അല്ലെ, അണ്ടർ പ്രൈസ്ഡ് ആവും. അത് ആര് തിരിച്ചറിയും? എക്സ്പേർട്ടുകളായിട്ടുള്ള, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ ക്ലോസ് ആയിട്ട് വീക്ഷിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അല്ലെ എക്സ്പേർട്ടുകളൊക്കെ മനസ്സിലാക്കുകയും വീണ്ടും അവിടുന്ന് എന്തും തുടങ്ങാം, ഒരു അക്കുമുലേഷൻ ഫേസ്, ബുള്ളിഷ് ട്രെൻഡിലെ അക്കുമുലേഷൻ ഫേസും തുടങ്ങാം. അല്ല, ഇങ്ങനെയാണ് ഡൗ തിയറി സ്റ്റോക്ക് മാർക്കറ്റിനെ വിശദീകരിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് മൂവ്മെൻറ്റിനെ വിശദീകരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.